ഒരു പ്ലാനും ഇല്ലാണ്ട് ഒരു റോഡ് ട്രിപ്പിന് ഇറങ്ങിയതാണേ. എങ്ങോട്ട് പോകണമെന്നാണെങ്കിലോ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ നേരെ കുതിരയാൻതുരങ്കത്തിലെത്തി. വിശന്ന് പണ്ടാരടങ്ങി അതേ കേസ്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടത് വലിയ ഇൻട്രോ എന്നതാണ് നമ്മുടെ ശരവണ. കൂടെയുള്ളവരാണെങ്കിൽ ദോശയും പൂരിയൊക്കെ കഴിച്ചപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് പൊങ്കലങ്ങ് പിടിച്ചു. പൊങ്കലാണെങ്കിൽ പണ്ടേ എൻ്റെ വീക്ക്നെസ്സാണ്. ഒരു തമിഴ്നാട് നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങ് വന്നു. ഈ ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരുന്നത്. അങ്ങനെ 2 ഐഡിയാസ് മനസ്സിൽ വന്നു. 1 നേരെ നെല്ലിയാമ്പതി. 2 അത് ഞാൻ ഇടയ്ക്ക് പറയാമേ, കൂട്ടത്തിലൊരു ലോട്ടറിയും എടുത്ത് ഇങ്ങെങ്ങാനോ അടിച്ചാലോ. ഈ അടുത്തിടയ്ക്ക് എടുത്ത ലോട്ടറിയെല്ലാം ഓരോ നമ്പർ വെച്ചിട്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. മാപ്പ് ഇട്ടപ്പം അവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ കാണിച്ചായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അടിപൊളി വ്യൂ കിട്ടി. കണ്ടു നോക്കും. ശരിക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ നാടൊക്കെ ഓർമ്മ വന്നു. അവിടുത്തെ ഏതാണ്ട് ഒരു വൈബൊക്കെ ഉണ്ട്. ഇതേ നോക്കി, അതിൻ്റെ തൊട്ടടുത്തൊരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. അടിപൊളി. പറ്റുമെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു കള്ള് ഷാപ്പിലൊക്കെ കയറിയിട്ട് കള്ളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ നേരെ നെല്ലിയാമ്പതിയിലേക്ക്. ആ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഡാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ മക്കളെ. അതിനപ്പുറത്തൊരു ഡാമാണ്. ഒന്ന് ചാടിക്കയറി നോക്കാം നമുക്ക്. ഒടുക്കത്തെ ചൂടായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരുപാട് നേരമൊന്നും നിന്നില്ല, പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ടൊരു നാരങ്ങളും കാച്ചിട്ട് നേരെ നെല്ലിയാമ്പതിയിലേക്ക്. ഓ മാൻ, അപ്പോഴേക്കും അടുത്ത വ്യൂ പോയിന്റ് എത്തി. കണ്ടാൽ നിർത്താണ്ടിരിക്കാൻ പറ്റൂ. അടിപൊളി കേട്ടോ. നമ്മളൊരുമാതിരി മേഘങ്ങളുടെ നടുവ് നിൽക്കുന്ന പോലെ. നെല്ലിയാമ്പതി ഏകദേശം എത്രയായി നമ്മൾ അത്യാവശ്യം ഓഫ് റോഡ് ജീപ്പൊക്കെ കാണാൻ തുടങ്ങിയ വഴിയിലൊക്കെ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ 2ാമത്തെ ഐഡിയ. നെല്ലിയാമ്പതി വന്നിട്ടൊരു ജീപ്പ് സഫാരി. അതൊരു മസ്റ്റ് ട്രൈ ആണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാന്ന് ഞാൻ നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ വന്നിട്ടുള്ളേ. അപ്പം ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് പാസ് എടുത്താൽ മാത്രമേ അകത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീപ്പ് സഫാരിയിൽ 2 വ്യൂ പോയിൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ കിട്ടുക. ആ വ്യൂ പോയിൻറ്റ്സിനേക്കാൾ അടിപൊളി ആ പോകുന്ന വഴി കൂട്ടുള്ള ഒരു യാത്രയാണ്. ഇതാണ് ഒരു വ്യൂ പോയിന്റ്. താഴെ കാണുന്നത് അതാണ് കൊല്ലങ്കോട് ഗ്രാമം. ഇനി നമുക്ക് നേരെ അടുത്ത വ്യൂ പോയിന്റിലേക്ക്. ഞങ്ങളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുള്ളേ. ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് വണ്ടിയിൽ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ വ്യൂ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണേ. ഈ ചേട്ടൻ വണ്ടി ഓടിച്ച് കയറുന്നത് അടുത്ത വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ വെച്ചിട്ട് ചേട്ടൻ 1-2 വണ്ടിയിൽ ചില പരിപാടികളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ
2 വീലിലായിരുന്നു വണ്ടി, 2 വീലിൽ. എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതെനിക്ക് ഈ വണ്ടിയിൽ അകത്തായതുകൊണ്ട് എനിക്കിത് എടുക്കാൻ പറ്റില്ല. അമ്മാതിരി സാധനം ആ ചേട്ടൻ കാണിച്ചു. പക്ഷെ ഇത് അടിപൊളിയായിട്ട് മുതലായിട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് സഫാരി? എനിക്ക് ശരിക്കും പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടതാ, കൊള്ളാം. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഇവിടെ അല്ലേ. നമ്മുടെ ഭ്രമരം ഫിലിമില്ലേ, അതിൻ്റെ ക്ലൈമാക്സ് സീൻസൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി. നല്ല അടിപൊളി ട്രിപ്പിന് ഒരു നല്ല അടിപൊളി താങ്ക്സും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്. ആ ചേട്ടൻ നിർത്തിയിരുന്നത് ഒരു ഓറഞ്ച് ഫാമിൻ്റെ മുമ്പിലാണ്. എന്നാൽ അതിനെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഈ ചെടി കണ്ടില്ലേ, പണ്ട് ഞാനും എൻ്റെ ചങ്ക് സാഗറും കൂടെ വാഗവൺ പോയപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിട്ട് അങ്ങ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് വീട്ടിൽ കൊണ്ടുപോയി നട്ട് പൂവൊക്കെ പിടിച്ച്. പക്ഷേ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ചെടിക്ക് പച്ചപ്പൂ തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിൽ വന്നത്, ഈ ചോപ്പ് വന്നില്ല. ശരിക്കും ഇവിടെ കുറേ നടക്കാനുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ, നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമുക്കൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. പാഷൻ ഫ്രൂട്ട് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ഇഷ്ടം പോലെ കാഴ്ച നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഫുഡ് ഇല്ലാണ്ട് ഒരു അടി പറ്റൂല. തൊട്ടടുത്തുള്ള ഒരു ക്യാൻറ്റീനിലാണേ. അവിടെ നല്ല അടിപൊളി മീൽസൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി. എന്നിട്ട് ആ ഫാമിൽ നിന്ന് കുറച്ച് സ്ക്വാഷൊക്കെ വാങ്ങിയിട്ട് പതുക്കെ നെല്ലിയാമ്പതി ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. ഇവിടെ ഫുള്ള് വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് എല്ലായിടത്തൊന്നും നമ്മൾ പോയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രൈവ് ചെയ്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്പോട്ടാണ്. തിരിച്ച് ഫോറസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു സാധനത്തെ കണ്ടു. അടിപൊളി അല്ലേ. പിന്നെ ഇറങ്ങി താഴേക്ക് വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്. അതേ ഗൈസ്, വണ്ണാൻ്റെ കൊല്ലങ്കോട്. ഇവിടുത്തെ നെല്ലിനും എൻ്റെ നാട്ടിലെ നെല്ലിനേക്കാളൊക്കെ കുറച്ച് പച്ചപ്പ് കൂടുതലുണ്ട് കേട്ടോ. അത് നെല്ലിന് മാത്രമല്ല, മൊത്തത്തിൽ ചെടികളുടെ പച്ചയ്ക്ക് പോലും കുറച്ച് പച്ച കളർ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതെന്താണ് ഡിഫറൻസ് എന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. താമരപ്പാടം എന്ന് പറയുന്നൊരു നൈസ് സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നത്. അതൊരു ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു മലയൊക്കെ ഉണ്ട്. ഏത് മലയാണെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്. ഈ റൂട്ട് വന്നപ്പോഴേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഷാപ്പുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്ന വഴിക്കൊക്കെ ഒരുപാട് ഷാപ്പുകൾ കണ്ടു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു ഷാപ്പ് കണ്ടപ്പോൾ ഒന്ന് കയറി. അങ്ങനെ കുറച്ച് പനങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ കയറിച്ചു. ശരിക്കും എന്നെ ഞെട്ടിച്ചത് ഇവിടെ ഇരുന്ന് കഴിക്കുന്ന കൂടുതലും നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. അവരൊക്കെ ടച്ചിങ്സ് ആയിട്ട് നമ്മുടെ മത്തിക്കറിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു രസം കണ്ടപ്പോൾ തന്നെ. അങ്ങനെ അവിടുന്ന് നേരെ കൊച്ചിയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ആ ജീപ്പ് സഫാരി അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് മുതലാണ്. പക്ഷേ ഫാമിൽ നിന്ന് വാങ്ങിയ സ്ക്വാഷ് അത് ഭയങ്കര ഫ്ലോപ്പാട്ടോ. വാങ്ങണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ സ്ഥിരം ട്രാഫിക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.